പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അതു നീങ്ങിക്കൂടായെങ്കിൽ നിന്റെ ഇഷ്ടം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും വരുന്ന വലിയവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ എല്ലാവർക്കുമായിട്ട് അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 36 മുതലുള്ള വാക്യങ്ങളിൽ യേശു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരെ ചേർത്തുകൊണ്ട് ഗെത്സമനയിൽ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്നതായി കാണുന്നു. എന്തുകൊണ്ടാണ് ഈ 3 ശിഷ്യന്മാരെ മാത്രമായി കർത്താവ് പ്രാർത്ഥനയ്ക്കായി കൊണ്ടുപോയത്? മത്തായിയുടെ സുവിശേഷം 9 അധ്യായത്തിൽ പള്ളിപ്രമാണിയുടെ മകൾക്ക് മരണത്തിൽ നിന്നുള്ള അത്ഭുത വിടുതൽ കൊടുക്കുന്നത് അടുത്തുനിന്ന് കാണുവാൻ ഈ 3 ശിഷ്യന്മാർക്കാണ് ഭാഗ്യം ലഭിച്ചതെന്ന് നാം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17 അധ്യായത്തിൽ മറുരൂപമലയിൽ ദൈവത്തിൻ്റെ മഹിമ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ 3 ശിഷ്യന്മാരെന്ന് നാം വായിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മഹിമ കണ്ടവർ, ദൈവത്താൽ സാധ്യമായ അത്ഭുതം കണ്ടവർ, യേശുവോട് ചേർന്ന് നടന്നവർ, യേശുവിൻ്റെ ഇന്നർ സർക്കിൾ എന്ന് വിലയിരുത്തുവാൻ സാധിക്കുന്ന 3 വ്യക്തികളുമായിട്ടാണ് ഇവിടെ ഗെത്സമനിയുടെ അനുഭവത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുന്നത്. ഇവരെ കൂട്ടിയാണ് കർത്താവ് ഗെത്സമനിയിലെ ക്രൂശീകരണത്തിന് മുമ്പായുള്ള പ്രധാന മുഹൂർത്തത്തിൽ തന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാനായി കൊണ്ടുപോകുന്നത്. മത്തായി 26:41 ഇങ്ങനെ പറയുന്നു: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. വാച്ച് ആൻഡ് പ്രേ സോ ദാറ്റ് യു വിൽ നോട്ട് ഫോൾ ഇൻ ടു ടെംപ്റ്റേഷൻ. ദ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ക്രൂശീകരണ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒറ്റപ്പെടലുകൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നമ്മളെ തളർത്തുമ്പോൾ ഒന്ന് ഓർക്കണമേ, തീവ്രവേദനയിൽ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക നമുക്ക് പിൻപറ്റുവാൻ സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥനയിൽ പോരാടുക. ഗെത്സമനയിൽ ജയിച്ച കർത്താവ് കാൽവറിയുടെ കൊലക്കളത്തിൽ ജയം പ്രാപിച്ച് പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിരാശപ്പെട്ട് പിന്മാറുന്നവരായിട്ടല്ല, ഗെത്സമനയിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയിൽ പോരാടി ജയം പ്രാപിപ്പാൻ നമുക്ക് സാധിക്കണം. എന്നാൽ അതേസമയം ഗെത്സമനയിൽ പരാജയപ്പെട്ട 3 പേർ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ അടുത്ത മണിക്കൂറുകളിൽ ചിതറിയോടുന്നത്, തള്ളിപ്പറയുന്നത് നാം ഇവിടെ കാണുന്നു. നെഞ്ചോട് ചേർന്നിരുന്ന് ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും നിന്നെ ഞാൻ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ പത്രോസ് അടുത്ത മണിക്കൂറുകളിൽ തന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് അകന്നുമാറുന്നതായിട്ട് കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജഡത്തിലും പ്രാർത്ഥിക്കാം, ആത്മാവിലും പ്രാർത്ഥിക്കാം. ദുഃഖവെള്ളിയുടെ ക്രൂശിന്റെ വഴിയേയുള്ള നമ്മുടെ യാത്രയിൽ നാം ജഡത്തിലാണോ ഒരുക്കപ്പെട്ടത്, നാം പരാജയപ്പെട്ടവരായി തീരും. എന്നാൽ നാം ആത്മാവിലാണോ ഒരുക്കപ്പെട്ടത്, നാം ജയാളികളായി തീരും. ജീവിതയാത്രയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കുവാനുള്ള കൃപ നമ്മൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത് ഗെത്സമനയുടെ അനുഭവത്തിൽ നമുക്ക് പ്രാർത്ഥനയിൽ മുട്ടുമടക്കുവാൻ സാധിക്കുമ്പോഴാണ്. കാൽവറിയിൽ നമ്മെ നേടുവാനാണ് യേശു തന്നെത്താൻ തകർക്കപ്പെട്ടത്, അടികളേറ്റത്, വേദന സഹിച്ചത്. അതിനാൽ നാം നിത്യരക്ഷയ്ക്ക് അവകാശികളായി മാറിയിരിക്കുന്നു. ഗെത്സമനിയുടെ അനുഭവത്തിൽ നാം ദൈവഹിതത്തിന് സമർപ്പിക്കപ്പെടുവാൻ തയ്യാറാകുമ്പോൾ നമുക്കുവേണ്ടി ഈസ്റ്ററിന്റെ പ്രത്യാശയുടെ ജയത്തിന്റെ വിരുന്നൊരുക്കി കർത്താവ് കാത്തിരിക്കുന്നു. പ്രാർത്ഥനയിൽ സമർപ്പിക്കുവാൻ നാം തയ്യാറാണോ? ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നമുക്ക് വേണ്ടി മുറിവേറ്റവൻ നമ്മെ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. കം ബാക്ക് ടു ജീസസ്. യെശയ്യാവ് 53:5 ഇങ്ങനെ വായിക്കുന്നു: അവൻ നമ്മുടെ അകൃത്യങ്ങൾക്കായി മുറിവേറ്റു. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ സാധിക്കുമോ? ജീവിതത്തിന്റെ ക്രൂശീകരണ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഗെത്സമനയുടെ അനുഭവത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥനയിൽ പോരാടി ജയം പ്രാപിപ്പാൻ ദൈവം നമ്മളെയൊക്കെയും ഒരുക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ.